കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെട്ട ഒരു പോസ്റ്റാണ് ഇത്. കൈരളി ന്യൂസിന്റെ ലോഗോ ഉപയോഗിച്ചായിരുന്നു ഈ വ്യാജ വാർത്തയുടെ നിർമ്മിതി. എന്നാൽ ഫോണ്ട് വേറെ ആയതിനാൽ കള്ളി വെളിച്ചത്തായി. ഈ കുറ്റകൃത്യം ചെയ്തവരെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാനും സാധിച്ചു. തിരൂർ സ്വദേശി റഹീം കെ കുട്ടായിയാണ് ഒരാൾ. ഇയാൾ ലീഗ് പ്രവർത്തകനും പി കെ ഫിറോസ് ആരാധകനുമാണെന്ന് പ്രൊഫൈലിൽ നിന്ന് വ്യക്തമാണ്. ഫൈസൽ പരിയങ്ങാടാണ് മറ്റൊരാൾ. ഇയാൾ കോൺഗ്രസ് പ്രവർത്തകനാണ്. പിണറായി വിരുദ്ധമായ പോസ്റ്റുകളാണ് ഫൈസൽ പരിയങ്ങാടിന്റെ ടൈം ലൈൻ നിറയെ. പ്രവാസിയായ അസ്കർ കൂനി മലപ്പുറം പെരുവള്ളൂർ സ്വദേശിയാണ്. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ പ്രചാരണ ക്യാമ്പയിൻ ഉൾപ്പെടെ UDFന്റെ രാഷ്ട്രീയ പ്രചാരണങ്ങളാണ് ടൈം ലൈനിൽ. ഇയാൾ വിദേശത്ത് ഡ്രൈവറാണ്. കോഴിക്കോട് സ്വദേശിയായ മുസാഫർ മുഹമ്മദ് UDF അനുഭാവിയാണ്. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറെയും വിദ്യാഭ്യാസ മന്ത്രിയെയും അവഹേളിക്കുന്ന പോസ്റ്റുകൾ ഇയാളുടെ ടൈം ലൈനിലുണ്ട്. തൃശൂർ സ്വദേശി അഖിലേഷ് അടാട്ടുപറമ്പിൽ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി അസംബ്ലി വൈസ് പ്രസിഡന്റാണ്. ബിനീഷ് കോടിയേരിയെയും കോടിയേരി ബാലകൃഷ്ണനെയും മുഖ്യമന്ത്രിയെയും ഉൾപ്പെടെ വികൃതമായി ചിത്രീകരിക്കുന്ന ഫോട്ടോഷോപ്പുകളാണ് ഇയാളുടെ ടൈം ലൈൻ നിറയെ. പെരുമ്പാവൂർ സ്വദേശിയായ മാഹിൻ ഷാ ടാക്സി ഡ്രൈവറാണ്. റൈറ്റ് തിങ്കേഴ്സ് എന്ന ഗ്രൂപ്പിലേക്ക് ഇയാൾ ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. വയനാട് ചുങ്കത്തറ സ്വദേശിയായ ആസിഫ് സൗദിയിൽ തബൂക്കിൽ ജോലി ചെയ്യുന്നു. മോശം ഭാഷ ഉപയോഗിച്ചാണ് വ്യാജ ചിത്രം ഇയാൾ പ്രചരിപ്പിക്കുന്നത്. മലപ്പുറം സ്വദേശിയായ സുലൈമാൻ കുന്നുപുറം ഇപ്പോൾ തിരുവനന്തപുരത്താണ്. ഇയാൾ UDF പ്രവർത്തകനാണ്. ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വ്യാജ ചിത്രങ്ങൾ ഇയാളുടെ ടൈം ലൈനിൽ ഉണ്ട്. തൃശൂർ ചാവക്കാട് സ്വദേശി റസാഖ് കാലുംപാടി വെൽഫെയർ പാർട്ടി പ്രവർത്തകനാണ്. ഒമാനിലെ TR എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി LLCയിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ മയ്യിൽ നാനിയൂർ സ്വദേശി V അജിത് കുമാർ നിരവധി പേർക്ക് വ്യാജ വാർത്ത ഷെയർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള നടപടികളാണ് ഇത്തരക്കാർക്കെതിരെ ഉണ്ടാവുക. വ്യാജരേഖ ചമയ്ക്കുന്നതിന് തുല്യമായ വകുപ്പുകളാണ് വ്യാജ ഇലക്ട്രോണിക് രേഖ ചമയ്ക്കുന്നവർക്കും ബാധകമാവുക. IPC 465, 469, 471 എന്നീ വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാതെ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തിരിക്കുന്നു. കോടതിയുടെ അനുമതിയോടുകൂടി IPC സെക്ഷൻ 120 വകുപ്പ് പ്രകാരം ഗൂഢാലോചനയ്ക്ക് പോലീസിന് കേസെടുക്കാം. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ വ്യാജ പ്രചാരണം നടത്തിയ പലരും വ്യാജ പോസ്റ്റുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ നീക്കം ചെയ്ത ഇത്തരം പോസ്റ്റുകൾ സാങ്കേതിക വിദ്യയിലൂടെ തിരിച്ചെടുക്കാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്.